സ്നാപയോഹന്നാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. യേശു ഇപ്പോൾ പരസ്യജീവിതത്തിൻ്റെ വളരെ കൃത്യമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. യേശു ആദ്യമെത്തിയത് ഗലീലി കടൽ തീരത്താണ്. അവിടെ നിന്ന് യേശു വലയെറിഞ്ഞപ്പോൾ ആദ്യം ശിമയോനും അന്ത്രയോസും ആ വലയിൽ കുരുങ്ങി. കുറച്ചും കൂടി മുന്നോട്ട് പോയി. എന്നിട്ട് അവിടെ സബദിപുത്രന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും കണ്ടു. അവിടെയും യേശു വലയെറിഞ്ഞു. അവരും ആ വലയിൽ കുടുങ്ങി. അവൻ്റെ പിന്നാലെ പോയി. ഈ ഭൂമിയിൽ ആദ്യമായിട്ട് മനുഷ്യരെ പിടിച്ചത് ശിഷ്യന്മാരല്ല, അപ്പോസ്തലന്മാരല്ല, യേശുവാണ്. അവനിഷ്ടമുള്ളവരെ അവൻ്റെ അടുത്തായിരിക്കാൻ വേണ്ടി അവന് ഇഷ്ടമുള്ള ഇടത്ത് ചെന്ന് വലയെറിഞ്ഞു അവരെ സ്വന്തമാക്കി. അങ്ങനെ അവനിഷ്ടപ്പെട്ടവരെ സ്വന്തമാക്കിയ ഒരു സ്വർഗരാജ്യത്തിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ സ്വർഗരാജ്യം. ഈ ഭൂമിയിൽ ഇത്ര കോടി മനുഷ്യരില്ലേ? ഇതിൽ എത്ര പേരാ ക്രിസ്തുവിനെ രക്ഷകനായിട്ട് തിരിച്ചറിഞ്ഞത്? എത്ര പേരാ ആ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നത്? നമ്പർ കൃത്യമായിട്ടൊക്കെ എടുത്തു നോക്കിയാൽ കുറവല്ലേ? എന്തുകൊണ്ടാണ് ആ കുറവ് വന്നത്? ആ കുറവിൻ്റെ മഹത്വമാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത്. യേശു ഒരു നാട് മുഴുവന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പറഞ്ഞു നടന്നപ്പോഴും അവനിഷ്ടമുള്ള ഇടത്ത് ചെന്ന് അവനിഷ്ടമുള്ളവരെ തിരഞ്ഞെടുത്തു. അവനത് മതി. അവന് കൃത്യമായിട്ട് അറിയാം ക്വാണ്ടിറ്റിയിലല്ല കാര്യം, ക്വാളിറ്റിയിലാണ്. അങ്ങനെ ക്വാളിറ്റി കണക്കാക്കി ക്രിസ്തു തിരഞ്ഞെടുത്താണ് അവൻ്റെ കൂടെ ആയിരിക്കാനുള്ള ശിഷ്യത്വം. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ അവൻ്റെ ശിഷ്യരാകുന്നത് ക്വാളിറ്റി വെച്ചായിരിക്കണം, ക്വാണ്ടിറ്റി വെച്ചാകരുത്. എണ്ണത്തിലൊന്നും കാര്യമില്ലെന്ന് ആ പണ്ടേ ക്രിസ്തു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 12 പേർക്ക് ഈ ഭൂമിയെ മാനസാന്തരപ്പെടുത്താൻ പറ്റിയെങ്കിൽ, ഈ ഭൂമിയിൽ ഓടി നടന്ന് ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ പറ്റിയെങ്കിൽ, ഈ കോടാനുകൂടി ജനത്തിന് പറ്റില്ല എന്നാണോ? അത്രയേ ഉള്ളൂ. നമ്മൾ ഈ നമ്പറിലൊക്കെ ഓർത്ത് ആകുലപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെയും ഇവിടെയും സഭയ്ക്കെതിരെ പീഡനങ്ങളുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ ഓർത്ത് ഭയപ്പെടേണ്ട ഒരു വിഭാഗമല്ല നമ്മളൊന്നും ന്യൂനപക്ഷമല്ല, നമ്മൾ ദൈവപക്ഷമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ അടിച്ചമർത്തപ്പെടുകയാണെന്നും അവഹേളിക്കപ്പെടുകയാണെന്നൊക്കെ ചിന്തിച്ചാൽ തെറ്റിപ്പോയി. കാര്യം നമ്മൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ജനമായുണ്ട്. നമ്മളെല്ലായിടത്തും തല ഉയർത്തി നിൽക്കേണ്ടവരാണ്. അതുകൊണ്ട് എണ്ണത്തിൻ്റെ പേരിൽ നമ്മൾ കുറഞ്ഞു പോയെന്ന് കരുതി ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണിത്. കാര്യം നമ്മളുടെ ഗുണം വലുതാണല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കണ്ടതിലേറ്റം നല്ലവനെ, ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കേട്ടതിലോ നല്ല സംഗീതമേ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കണ്ടതിലേറ്റം നല്ലവനെ, ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കേട്ടതിലോ നല്ല സംഗീതമേ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. ആകാശം നിൻ തിരു കൈകളിലോ, ആഴികൾ നിൻ കൈ കുമ്പിളിലോ, നീ കൺചിമ്മിയാലത് സന്ധ്യയാകും, കൺ തുറന്നാലൻ പുലരിയാകും. നിന്നരികിൽ ഇരുന്നാൽ നീ എൻ ലഹരിയാകും, നിന്നെ നനച്ചിരുന്നാൽ നീ എൻ നിധിയാകും, നിന്നരികിൽ ഇരുന്നാൽ നീ എൻ ലഹരിയാകും, നിന്നെ നനച്ചിരുന്നാൽ നീ എൻ നിധിയാകും. ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കണ്ടതിലേറ്റം നല്ലവൻ,
വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ, നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, വാഴ്ത്തുവാൻ ഞാൻ നിന്നിതാ. പേരിടാനറിയില്ല സ്നേഹമേ, ആരോടും തോന്നായൻ പ്രണയമേ, സാരമില്ലെന്നോതും സ്നേഹിതനെ, എന്തു വന്നാലും നീ കൂടെയില്ലേ. നിന്നരികിൽ ഇരുന്നാൽ നീ എൻ ലഹരിയാകും, നിന്നെ നനച്ചിരും